സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ. ഈ പാട്ടെന്ന് പറയുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലായിടത്തെയും ഹൃദയത്തിൽ ആവാഹിച്ചിട്ടുള്ളൊരു പാട്ടാണ്. മുമ്പത്തേക്കാൾ കുറച്ചുകൂടി മര്യാദക്കാരാണ് ഇപ്പോഴത്തെ പോലീസ്. എല്ലാം ക്ലിയറാണെന്നുള്ള അഭിപ്രായം ഒന്നുമില്ല. ഇവിടെ ശ്രീ ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് എന്നെ അടക്കം പിടിച്ചുകൊണ്ട് മർദ്ദിക്കുന്നത്. ഞാനന്ന് എസ് എഫ് ജില്ലാ സെക്രട്ടറിയാണ്. സ്ത്രീകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യമുള്ള സ്റ്റേറ്റ് ഇന്ത്യയിൽ എവിടെ ഉള്ളത്? ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ രാത്രി 1 മണിക്കും 2 മണിക്കും നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ സഞ്ചരിക്കുന്നപ്പോൾ കാണാം. എത്ര സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ അതിനൊരു ധൈര്യം കേരളത്തിൽ ഉണ്ടായി കൊടുത്തത് ഈ പറയുന്ന പോലീസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പോലീസ് ആകെ മോശമാകുന്നില്ല. ഇതുപോലെ ഒറ്റപ്പെട്ട കേസുകൾ വരുമ്പോൾ പോലീസിനെ മൊത്തത്തിൽ മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ് അതുവഴി മോശപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് വസ്തുതയല്ല. പഞ്ചായത്ത് ഇലക്ഷൻ പ്രാദേശികമായിട്ടൊക്കെ പല പ്രശ്നങ്ങളും കാണും. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ ഈ പറയുന്നത് പോലെ UDF ഉണ്ടാക്കിയ വോട്ടെന്ന് പറയുന്നത് BJPയുമായും അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയുമായും പലയിടത്തും ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയം നിലവിൽ ഒരു ഗവൺമെൻറ് ചെയ്ത പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വോട്ടാണ്. ഇല്ല, കേരളം വഴങ്ങിയിട്ടില്ല. 19 സിനിമകൾക്കാണ് അനുമതി നിഷേധിച്ചത്. പിന്നീട് 12 സിനിമകൾക്ക് നമ്മുടെ ശക്തമായ നിലപാട് വന്നതോടുകൂടി അനുവാദം തരേണ്ടി വന്നു. പിന്നെ വന്നത് ഒരു സിനിമ നമുക്കില്ല. പിന്നെ പോയിട്ട് 6 സിനിമയും പ്രദർശിപ്പിക്കണമെന്നാണ് ഗവൺമെൻറ് നിലപാട്. അപ്പോൾ ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്നിപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്യവിരുദ്ധമായ ചില സിനിമകളാണ് എന്ന തരത്തിൽ അത് കാണിക്കാൻ പാടില്ല. അപ്പോൾ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന സിനിമ ആണല്ലോ അവരുടെ വാദം. ഞങ്ങളുടെ വാദം അത് അങ്ങനെ അല്ലെന്നാണല്ലോ ഞങ്ങൾ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ കാണിച്ചിട്ടുള്ളതും അതിലൊരു സിനിമയുടെ സംവിധായകൻ ഇവിടെ വന്നിട്ട് സിനിമാ മേഖലയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് മേടിച്ച ആളുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായിട്ട് അങ്ങനെ അറിയിപ്പ് വരുമ്പോൾ പിന്നെ ഡിസിഷൻ എടുക്കേണ്ടത് ഔദ്യോഗിക തലത്തിലാണ്. നയപരമായ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ഒരു മാറ്റവുമില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാനും അത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ആ സിനിമ അവതരിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. പക്ഷേ ഇത്തരത്തിൽ നിയമപരമായ ചില വിഷയങ്ങൾ ഉദ്യോഗസ്ഥ മേഖലയിൽ സംഭവിക്കുമ്പോൾ അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടതും അതുമായി കാര്യങ്ങൾ മുന്നോട്ടുണ്ട് അവരാണ്. കാരണം അവർ ആണല്ലോ ഇതിന് സമാധാനം പറയേണ്ടത്. നാളെ ഏതെങ്കിലും തരത്തിൽ നിയമപ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അത്തരം കാര്യങ്ങൾ സമാധാനം പറയേണ്ട ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ സിനിമ കാണിക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ് നിർദ്ദേശം. അത് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഔദ്യോഗികമായി തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭരണപരമായ പരിമിതി, അതേസമയത്ത് രാഷ്ട്രീയപരമായ ഇച്ഛാശക്തി, അതാണ്. അത് ഭരണപരമായ പരിമിതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കത്ത് ചീഫ് സെക്രട്ടറിക്ക് ഈ 6 സിനിമകളിലെ ഒഴിവാക്കണമെന്ന് പറയുന്നതിന് അവർ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ആ കാരണം രാജ്യവിരുദ്ധമായ ചില സന്ദേശങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ടെന്നാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സിനിമ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയമപരമായ അതിൻ്റെ നടപടിക്രമങ്ങളാണ് പിന്നെ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് ഔദ്യോഗികമായിട്ടാണ്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഇച്ഛാശക്തിയുടെ ഭാഗമായി ഞങ്ങളുടെ നയത്തിൻ്റെ ഭാഗമായി ഒരു കാരണവശാലും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സിനിമ കാണിക്കണം എന്ന തരത്തിൽ നമ്മൾ ആവശ്യപ്പെടുകയും രേഖാമൂലം കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ട അവരാണ്, അവർ തീരുമാനിക്കട്ടെ. ഈ കാര്യങ്ങൾ പറയുമ്പോൾ കൂടിയാണ് പ്രധാനമായി ഈ പാരഡി ഗാനം ഉൾപ്പെടെ തിരിച്ച് പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. മോദി സർക്കാരിനെ കേരളത്തിൽ LDF സർക്കാർ തോൽപ്പിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. അല്ല, പാരഡി ഗാനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പലതരത്തിലുള്ള പാരഡി ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പാരഡി ഗാനം അത് അവരുടെ പ്രധാനമായി ഒരു മതവിശ്വാസത്തെ പ്രധാനമായി ഉപയോഗിച്ചു, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തേക്ക് ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യം പ്രധാനമായും ഇന്നിപ്പോൾ ദേശാഭിമാനി ഉൾപ്പെടെ അത്തരം മുഖപ്രശ്നം ഉൾപ്പെടെ നമ്മൾ കാണേണ്ടത് ശബരിമലയിൽ ഒരു സ്വർണം കൊള്ള നടന്നു എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ആ അന്വേഷണം നടക്കുന്ന സമയത്ത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു ഭക്തിഗാനത്തെ ഉപയോഗപ്പെടുത്തി സഖാക്കളാണിത് ചെയ്തത് എന്ന് പറയുന്ന ഭാഗം അതൊരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളവരെ പ്രയാസപ്പെടുന്നൊരു കാര്യമാണ്. അല്ലാതെ അത് CPMനെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല. CPMനെ ബാധിക്കുന്ന പ്രശ്നമായിട്ടാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തല്ലോ, അപ്പോൾ സഖാക്കൾ മാത്രമാണോ?
അപ്പോൾ ഇത്തരം വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഭക്തിയുടെ മാർഗത്തിലൂടെ അത്തരം പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാൽ നമ്മുടെ നാട്ടിൽ വിഭാഗീയമായ ചിന്താഗതികൾ വളരും. അത്ര ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. കാരണം ഇപ്പോൾ അത് വിഭാഗീയ ചിന്താഗതിയിലേക്ക് വന്നല്ലോ. പാട്ട് എഴുതിയ ആളിനെ പറ്റി വന്നു, പാട്ട് പാടിയ ആളിനെ പറ്റി വന്നു. എന്താണ് ശബരിമല ശാസ്താവിനോട് ഭക്തിയുള്ള ഒരാൾ ഈ പാട്ട് എഴുതാഞ്ഞത്? അല്ല, ഭക്തിയുള്ള ഒരാൾ എന്തുകൊണ്ട് ഇത് പാടിയില്ല എന്ന ചോദ്യം ചോദിക്കുക. ഞാനതിനകത്തൊന്നും ഞാൻ സെക്കുലറായിട്ടാണ് ചിന്തിക്കുന്നത്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് എഴുതി, അത് പാടി, പക്ഷേ അത് വേറൊരു വേർഷനിലേക്ക് വന്നല്ലോ. ഇതാണ് നമ്മുടെ നാട്ടിൽ വരാൻ പാടില്ലാത്തൊരു കാര്യം. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ കുറച്ചുകൂടി നമ്മൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുവന്ന തരത്തിലായിരിക്കണം രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടത്. ആരെങ്കിലും ഒരു പാട്ട് എഴുതി, ആരെങ്കിലും ഒരു പാട്ട് പാടി എന്ന തരത്തിൽ നമ്മൾ അതുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ചെയ്യാൻ പാടില്ല. അത് ഒന്നും ഭക്തി ഉപയോഗിക്കേണ്ട കാര്യമില്ല, അല്ല വിശ്വാസത്തിൽ ഉപയോഗിക്കാൻ കാര്യമില്ല. നമുക്ക് നമ്മുടെ രാഷ്ട്രീയം പറയാം. അപ്പോൾ അവിടെ പ്രസംഗിക്കുമ്പോൾ സഖാക്കളാണ് അവിടെ ഈ മോഷണം നടത്തിയത്, അത് പ്രസംഗിക്കട്ടെ. അതിനല്ലെങ്കിൽ ഒരു വേറെ എത്രയോ പാരഡി പാട്ടുകളുണ്ട്, ആ പാട്ട് ഉപയോഗിച്ചുകൊണ്ട് അവൾ പാടട്ടെ. പക്ഷേ ശാസ്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തി നിർഭരമായ ഒരു പാട്ട്, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്ന എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വളരെയേറെ ഇമ്പ്രസീവായിട്ടുള്ളൊരു പാട്ടിനെ തെറ്റായി ഉപയോഗപ്പെടുത്തി അതിനെ വേറൊരു ആംഗിളിലേക്ക് എത്തിച്ച് അത് സഖാക്കളാണ് എന്ന് പറയുമ്പോൾ ആ സഖാക്കളാണെന്ന ഭാഗമാണ് ഞങ്ങളെ സംബന്ധിച്ച വിഷയം. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തു. ആ ഭാഗം കഴിഞ്ഞു, പോലീസ് അന്വേഷിക്കട്ടെ, നടപടി സ്വീകരിക്കട്ടെ. ഭക്തർ പരാതി കൊടുത്തിട്ടുണ്ട്. ആ ഭക്തർ കൊടുത്ത പരാതിന്മേലാണിപ്പോൾ നിയമ നടപടിക്ക് വിധേയമായിട്ടുള്ളത്. അത് നിയമത്തിന് മുമ്പ് പറഞ്ഞിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കണം. പക്ഷേ ധാർമ്മികമായി ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു ഇത് നിലനിൽക്കത്ത് പോലുമില്ല. ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ ഇതിനകത്തൊരു ധാർമ്മികത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മതത്തിൻ്റെയും ഒരു സമുദായത്തിൻ്റെയും ഭക്തിയെ നമ്മൾ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിനിയോഗിക്കരുത്. അത് നമ്മൾ എപ്പോൾ ചെയ്താലും ബൂമറാങ് പോലെ തിരിച്ചടി ഉണ്ടാവും ഭാവി. ഇന്ന് ഇവർക്ക് ഗുണമുണ്ടെങ്കിൽ നാളെ അവർക്കത് വലിയ ദോഷമായിട്ട് സംഭവിക്കും. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ അത് ഗുണം ചെയ്തു, അസംബ്ലിയിലെ അവർ ദോഷമായിരിക്കും വരാൻ പോകുന്നത്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇങ്ങനൊരു പാരഡി ഗാനം ഉപയോഗിച്ചു. ഈ പാരഡി ഗാനം വെറും ഒരു പാരഡി ഗാനം അല്ല. പാരഡി ഗാനം ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു ഭക്തിയുടെ നിറവിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണ്. അപ്പോൾ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതും അത് ജാതിമത ഭേദമന്യേ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ പിന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഈ ആഴി ഇട്ടിട്ട് അയ്യപ്പന്മാർ ഇപ്പോൾ അത്ര സമ്പ്രദായങ്ങളൊന്നും കാണില്ല. ദിവസങ്ങളോളം വ്രതമെടുത്ത് ആഴി ചാടിയിട്ടൊക്കെ പോകും. നമ്മളെല്ലാം പോവും. നമുക്ക് ജാതിമത വ്യത്യാസം ഞങ്ങളെല്ലാവരും പോകും ചെറുപ്പത്തിൽ. അവിടെ പോയി ഇങ്ങനെ പിന്നെ മണിക്കൂറുകൾ കാത്തിരുന്ന് ഈ ആഴി ചാടി അയ്യപ്പന്മാർ പോകുമ്പോൾ ആ ഇടുന്ന ആ സന്ദർഭത്തിൽ പാടുന്നൊരു പാട്ടാണ് സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമി. ഈ പാട്ടെന്ന് പറയുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലായിടത്തെയും ഹൃദയത്തിൽ ആവാഹിച്ചിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഹിന്ദുവിൻ്റെ മാത്രമേ മനസ്സിലെ പാട്ടല്ല. എല്ലാവർക്കും അതിനോട് ആ പാട്ടിനെ നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ചു. അവിടെ അന്വേഷണം നടക്കട്ടെ, ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിനൊന്നും ഞങ്ങളെതിരല്ലല്ലോ. ഞങ്ങളക്കാര്യത്തിൽ കോടതിയുടെ മേൽനോട്ടം നടക്കുന്ന അന്വേഷണം ഞങ്ങളിതുവരെ ഒന്നും തൊടാൻ പോയിട്ടില്ലല്ലോ, ഒരു തരത്തിലും തടയാൻ പോയിട്ടില്ലല്ലോ. അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഭാഗമാക്കട്ടെ, അതെല്ലാം വന്നോട്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഒരു മതത്തിൻ്റെ വിശ്വാസത്തെയോ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു പാട്ടിനെ UDF തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ആ വിശ്വാസ സമൂഹത്തിനിടയിൽ അതിൻ്റേതായ അല്ലെ സമൂഹത്തിനിടയിൽ അതിൻ്റേതായ പ്രയാസങ്ങൾ വരികയും അത് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പല മാനങ്ങളിപ്പോൾ കണ്ടു എന്നുള്ളതും കേരളത്തിൽ വളർന്നു വരുന്ന ഭിന്നിപ്പിൻ്റെ ഒരു സ്വരം അത് കുറെ കൂടി വികൃതമാകുമെന്നുള്ളതാണ് എൻ്റെ അക്കാര്യത്തിലുള്ള ഒരു അഭിപ്രായം. ഇതിന് പുറമെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് ഒരു CCTV ദൃശ്യം, അതായത് എറണാകുളത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഗർഭിണിയായ സ്ത്രീ വന്നപ്പോൾ അവിടെയുള്ള SHO ആയിട്ടുള്ള ഒരു പ്രതാപ് ചന്ദ്രൻ ആ സ്ത്രീയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു. സ്വാഭാവികമായും സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കുന്നംകുളത്തുള്ള സുജിത്ത് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്. സ്വാഭാവികമായും പോലീസ് ഇത്രയും വലിയ രീതിയിൽ ഭീകരമാണോ എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് ഉയരുകയാണ്. ഇത് ഒരു ശക്തമായ നടപടികളിലേക്ക് പോകുമോ? അല്ല, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. മുമ്പത്തേക്കാൾ കുറച്ചുകൂടി മര്യാദക്കാരാണ് ഇപ്പോഴത്തെ പോലീസ്. എല്ലാം ക്ലിയറാണെന്നുള്ള അഭിപ്രായം ഒരിക്കലും. ഇവിടെ ശ്രീ ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് എന്നെ അടക്കം പിടിച്ചുകൊണ്ട് മർദ്ദിക്കുന്നത്. ഞാനന്ന് SFയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഒരു കാര്യമില്ല, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വൈകിട്ട് ആംഡായിട്ട് പോലീസ് സംവിധാനത്തോടുകൂടി എൻ്റെ ഗ്രാമത്തിൽ വന്ന് വഴിയിൽ നിന്ന് വരെ മുഴുവൻ അടിച്ച് കിട്ടിയവനെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോയി. ഓടിച്ചെന്ന് തടയാൻ പോയി എന്നെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. എൻ്റെ അനുഭവം ഞാൻ പറയാം. പിന്നെ ഉദ്യോഗസ്ഥ സസ്പെൻഡ് ചെയ്തു. പിന്നീട് ആ കേസൊക്കെ നടന്നു, അങ്ങനെ പോയി.
അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു വാർത്താ പ്രാധാന്യം വന്നൊരു കാലമുണ്ട്. കെ ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എൻ്റെ അനുഭവം ഞാൻ പറയും. ആ പോലീസുകാരനൊന്നും ആരും പിരിച്ചുവിട്ടില്ല. എന്നാൽ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു ധീരമായ തീരുമാനമെടുത്തു. ഇത്തരത്തിൽ പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാകുന്ന, ഗവൺമെൻറ്റിനെ മോശപ്പെടുത്തുന്ന ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ തുടരാൻ പാടില്ല. അതിൻ്റെ ഭാഗമായി നിരവധി ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇതിനു മുമ്പ് ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് നിങ്ങൾ എടുത്തോളൂ. ഈ 10 വർഷത്തെ കണക്കും അതിന് മുമ്പുള്ള UDF ഗവൺമെൻറ് 5 വർഷത്തെ കണക്കെടുക്കുക. ഒരാളിനെ UDF ഗവൺമെൻറ് കാലത്ത് പിരിച്ചുവിട്ടിട്ടില്ല. നിയമസഭ മുഖ്യമന്ത്രി അതിൻ്റെ വ്യക്തമായ കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. അത്തരം കർശനമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്നുണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ, കേരളത്തിലെ ഗവൺമെൻറ്, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇന്നലെ ഉണ്ടായ ഈ സംഭവം, ഇന്നലെ 2004 സംഭവം, ഒരു കാരണവശാലും 2024 സംഭവം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. പാവപ്പെട്ട മനുഷ്യൻ, സാധാരണക്കാരൻ ഓടിച്ചെന്ന് അവൻ്റെ പ്രയാസം പറയുന്ന ഒരു കേന്ദ്രമാണ്, ഒരു അഭയകേന്ദ്രമാണ്. അതിപ്പോൾ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും അവിടെ അഭയകേന്ദ്രമാണ്. നമുക്ക് ഓടിച്ചെല്ലാം. അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളോട് അല്ലെങ്കിൽ നിരാശ്രയാളുകളോട് കുറച്ചുകൂടി നമ്മൾ ബഹുമാനത്തോടെ വർത്തമാനം പറയും. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണം. അവരുടെ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. സ്വാഭാവികമായിട്ടും ഭാര്യ എന്നുള്ള അവർക്ക് പ്രയാസം ഉണ്ടാവും. അവർ കുഞ്ഞുങ്ങളെടുത്ത് ഒത്ത് വെച്ചുകൊണ്ട് അവർ നേരെ പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നു. ഞാനിന്നലെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ പ്രയാസം തോന്നി. എനിക്ക് ഞാൻ കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ചെല്ലുമ്പോൾ അവരെ ആശ്വസിപ്പിച്ച് നിങ്ങളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യേണ്ട കാരണം ഇതാണ്, നിയമ നടപടി സ്വീകരിക്കണം, നിങ്ങളല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തൊരു സംവിധാനം ഉണ്ടാക്കാം എന്ന് പറയേണ്ടതിന് പകരം ആ സ്ത്രീയുടെ കർണക്കുറ്റിക്കിട്ട് അടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് ആ കേസ് പുറത്ത് വന്ന മിനിറ്റുകൾക്കകം അയാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ആ സസ്പെൻഷൻ കൊണ്ടും അവസാനിക്കില്ല. കർശനമായ നടപടി ആ കാര്യത്തിൽ ഇനിയും തുടർന്ന് സ്വീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കണം. പോലീസ് സ്റ്റേഷൻ അഭയകേന്ദ്രമാണ്. പാവപ്പെട്ടവനെ എപ്പോഴും ചെല്ലാൻ കഴിയുന്ന കേന്ദ്രമാണ്. പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്ത് അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിനെതിരായി ഗവൺമെൻറ്റിനെ മോശപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ചു ഉറപ്പിക്കുന്ന സമീപനം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് CPM-നുള്ളതും ഗവൺമെൻറ്റിനുള്ളതും. ആ നിലപാട് ഇന്നലെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. പ്രാഥമികമായി തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഈ 10 വർഷം കൊണ്ട് കുറേയേറെ പോലീസിനെ നമ്മൾ നവീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഈ അഹങ്കാരവും ഈ ആരോഗ്യശാസ്ത്രത്തിൽ പറയുന്ന പോലെ ചില മസിലുമൊക്കെ ആയി കഴിയുമ്പോൾ കാണിക്കുന്ന ഒരു അഹങ്കാരവും രീതിയും ഒറ്റപ്പെട്ട ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ള വസ്തുതയാണ്. അതുകൂടി തുടച്ചു നീക്കാനുള്ള പരിശ്രമമാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത്. ആ നല്ല നവീകരണത്തിലേക്ക് കേരള പോലീസിനെ മാറ്റും. നമ്മുടെ മൈത്രി പോലീസ്, അതുപോലെ മൈത്രി സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നൊരു അന്തരീക്ഷം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഇടപെടൽ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. പക്ഷേ ഇത്തരം കേസുകൾ വരുമ്പോൾ മൊത്തത്തിൽ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഇത് ഏതാണ്ട് കേരളത്തിൽ വലിയൊരു സംഭവമാക്കി എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ പോലും ഇത്രയും നല്ല തരത്തിലുള്ള പോലീസ് സംവിധാനം ഇല്ല. ഏറ്റവും നല്ല മികച്ച പോലീസിംഗ് ഉള്ളത് ഇന്ത്യയിൽ കേരളത്തിലാണ്. അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച പോലീസിംഗ്, വർഗീയകലാപമില്ലാത്ത 10 വർഷം. ചെറിയ കാര്യമാണ്. ഇന്ത്യയിൽ ഒരു ചെറിയ കലാപമെങ്കിലും നടക്കാത്ത ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ? ഒരു ചെറിയ കലാപം പോലും നടക്കാത്ത സ്റ്റേറ്റ്. അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള കേസുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്. മനുഷ്യൻ ഏത് പാതിരാത്രിയിലും സഞ്ചരിക്കാൻ കഴിയുന്ന സ്റ്റേറ്റ്. സ്ത്രീകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യമുള്ള സ്റ്റേറ്റ് ഇന്ത്യയിൽ എവിടെ ഉള്ളത്? ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ രാത്രി 1 മണിക്കും 2 മണിക്കും നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ സഞ്ചരിക്കുന്നപ്പോൾ കാണാം. എത്ര സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ അതിനൊരു ധൈര്യം കേരളത്തിൽ ഉണ്ടായി കൊടുത്തത് ഈ പറയുന്ന പോലീസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പോലീസ് ആകെ മോശമാകുന്നില്ല. ഇതുപോലെ ഒറ്റപ്പെട്ട കേസുകൾ വരുമ്പോൾ പോലീസിനെ മൊത്തത്തിൽ മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ് അതുവഴി മോശപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് വസ്തുതയല്ല. പക്ഷേ ഇത്തരം ഒറ്റപ്പെട്ട കേസുകളാണെങ്കിൽ പോലും അതിനോട് ഒരു കോംപ്രമൈസും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്നലെ തന്നെ നടപടി സ്വീകരിച്ചത്. ഈ മൂന്നാം സർക്കാർ, പിണറായി സർക്കാർ വരുമോ ഇല്ലയോ എന്ന് തുടങ്ങിയ ചർച്ചകൾ ഇപ്പോൾ സജീവമായി നടക്കുകയാണ്. പിണറായി വിജയൻ സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും സംശയമുണ്ടോ? എനിക്കൊരു ഘട്ടത്തിൽ സംശയം തോന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ രാഷ്ട്രീയമല്ല അസംബ്ലി ഇലക്ഷൻ്റെ. പഞ്ചായത്ത് ഇലക്ഷൻ പ്രാദേശികമായിട്ടൊക്കെ പല പ്രശ്നങ്ങളും കാണും. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ ഈ പറയുന്നത് പോലെ UDF-ന് ഉണ്ടാക്കിയ വോട്ടെന്ന് പറയുന്നത് BJP-യുമായും അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയുമായും പലയിടത്തും ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയം നിലവിൽ ഒരു ഗവൺമെൻറ് ചെയ്ത പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വോട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കാര്യത്തിൽ എന്തായാലും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ മോശപ്പെടുത്താൻ ആർക്കും കഴിയില്ല. മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവും. ഞാനത് ആദ്യം മുതലേ പറയുന്ന ആളാണ്. ഉണ്ടാകുമെന്നല്ല, ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമില്ല, ഉണ്ടാകും. എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ്.
ഘട്ടത്തിലും ഒരു സംശയത്തിനിടയിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞങ്ങൾക്ക് എന്ത് നമ്മളിപ്പോൾ ഒരു നെക്ക് ടു നെക്ക് അല്ലേ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വന്ന് നെക്ക് ടു നെക്ക് അല്ലേ. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ പിന്നെ നിങ്ങൾ ഈ പറയുന്ന UDF ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലമാണ് അരൂർ. 525 വോട്ട ഭൂരിപക്ഷം. അതൊന്നും അവിടെ നടക്കില്ല. ഞങ്ങൾ ജയിക്കുവോട്. അപ്പോൾ അങ്ങനെ ചില മണ്ഡലങ്ങളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റാന്നി ഞങ്ങളിപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പുറകില്ല, ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ ചില മണ്ഡലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷമൊന്നും അടുത്ത അസംബ്ലി വരുമ്പോൾ കിട്ടത്തില്ല. അതൊക്കെ മാറി. ഇപ്പോൾ എറണാകുളം ജില്ല ഞങ്ങൾക്ക് ഒരിടത്തും ഭൂരിപക്ഷമില്ല. നടക്കാത്ത കാര്യമാണ്. ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടും. ഇപ്പോഴും ഫുൾ കോൺഫിഡൻസ് തന്നെയാണ്. നിങ്ങൾ എഴുതി വെച്ചു. മലപ്പുറം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ ഞങ്ങൾക്ക് ഒരു സീറ്റിൽ ഭൂരിപക്ഷമില്ല. നിങ്ങളിപ്പോൾ എഴുതി വെച്ചു. അവിടെ ഉൾപ്പെടെ നല്ല മാറ്റം വരുന്ന സീറ്റ് കിട്ടും. അങ്ങനെ പൂർണ്ണമായിട്ടൊക്കെ ജനങ്ങൾ ഞങ്ങളെ കൈവിടും. ഞങ്ങൾ എന്ത് തെറ്റി ഞങ്ങളെ കൈവിടാൻ? ഈ കള്ളപ്രചരണങ്ങളെല്ലാം നടത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾക്കിടയിൽ കുറച്ച് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്തൊക്കെ പരിഹരിക്കും. കൂടുതൽ ആത്മവിശ്വാസം മുന്നോട്ട് പോകും. കൂടുതൽ ജനകീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യും. പാർട്ടി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. LDF എന്ന നിലയിൽ ചെയ്യും. ജനങ്ങളുടെ നല്ല ക്യാമ്പയിൻ നടത്തും. നല്ല തരത്തിൽ പ്രവർത്തിച്ച് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി മൂന്നാം ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ചെയ്യും.